നബിതങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നബിതങ്ങൾക്ക് പരിചയമുള്ള, നബിതങ്ങൾ തിരിച്ചു സ്നേഹിക്കുന്ന ആ അടിമയുടെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, അവന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? പെങ്ങളെ, നബിതങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്ന ആ പെണ്ണിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവളുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്തുണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമുണ്ടല്ലോ, അവിടുത്തെ സുന്നത്തുകൾ ഉണ്ടല്ലോ. നബിതങ്ങളുടെ ജീവിതമാണ് സുന്നത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? പടച്ചറപ്പേ, പലരും സുന്നത്തെന്ന് പറഞ്ഞ് നിസാരമാക്കുകയാ. സുന്നത്തല്ലേ ഉസ്താദ്, സുന്നത്തല്ലേ ഉസ്താദ്. അല്ലടാ ചെറുപ്പക്കാരാ, നിനക്ക് നിസാരമാക്കാനുള്ളതല്ല, നിനക്ക് നിസാരമാക്കാനുള്ളതല്ല. നബിതങ്ങൾ പറഞ്ഞല്ലോ, എന്റെ സുന്നത്തിനെ നിസാരമാക്കുന്നവന് വലൈസ മിന്നീ, അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. നബിതങ്ങൾ പറഞ്ഞല്ലോ, സാധാരണയല്ല എന്റെ സുന്നത്ത്. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ അറിയുമോ ചെറുപ്പക്കാരാ, നബിതങ്ങളുടെ സുന്നത്താണ് താടി വളർത്തുന്നത്, തൊപ്പി ധരിക്കുന്നത്, നല്ല വസ്ത്രം ധരിക്കുന്നത്, ഫർദയിടുന്നത്. പെങ്ങളെ, എല്ലാ നബിതങ്ങളുടെ സുന്നത്താണ്. നബിതങ്ങൾ പഠിപ്പിച്ചു തരാത്ത ഒന്നുമില്ലടോ. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പഞ്ചായത്ത് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പള്ളി പരിപാലിക്കേണ്ടത്, എങ്ങനെയാണ് വീട് ഭരിക്കേണ്ടത്, പടച്ചവനെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഏത് കൈകൊണ്ടാണ്, എന്ത് പറഞ്ഞിട്ടാണ്, എങ്ങനെ ഇരുന്നിട്ടാണ്, എവിടെ നിന്നാണ്, പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം, കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം, മോനെ ബാത്റൂമിനകത്ത് കയറുമ്പോ ഏത് കാല് വെച്ച് കയറണം, എന്ത് പറഞ്ഞുകൊണ്ട് കയറണം, എങ്ങനെ ഇരിക്കണം, എന്തൊക്കെ പറയാ പാടില്ല, എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഏത് കാല് വെച്ചിറങ്ങണം, എന്ത് പറഞ്ഞുകൊണ്ടിറങ്ങണം. രാജ്യം ഭരിക്കുന്നത് മുതൽ ടോയ്ലറ്റിൽ കയറി ഇറങ്ങുന്നത് വരെ നബിതങ്ങളെ തന്റെ 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ചു തന്നല്ലോ. അവിടത്തെ സുന്നത്ത് നിസാരമല്ല, നിനക്കൊക്കെ കളിക്കാനുള്ളതല്ല. അതിന്റെ മഹത്വം നിനക്കറിയാനട്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ സ്വഹാബത്തിനൊരു കാലഘട്ടം, സ്വഹാബ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരും. അന്ന് ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ചെയ്താൽ, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 100 ഷഹീദിന്റെ കൂലിയാ, 100 ഷഹീദിന്റെ കൂലിയാ. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. സയ്യിദ് ശുഹദാഇ ഹംസ ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ കയ്യും കാലും തലയും തലച്ചോറും കരളും വരെ കൊടുത്ത സ്വഹാബി മഹാനായ ഹുബൈബ് തങ്ങളോ, മഹാനായ മുസ്അബ് തങ്ങളോ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് തങ്ങളോ, ജൗഫർ തങ്ങളോ, പടച്ചവനെ പ്രവാചകന്റെ സ്വഹാബത്ത് രക്തസാക്ഷികളായ സ്വഹാബികളുണ്ടല്ലോ. ഒരു സ്വഹാബിയുടെ മഹത്വമല്ല, ഒരു സഹാബിയുടെ പ്രതിഫലമല്ല, ഒരു ശുഹദാഇന്റെ പ്രതിഫലമല്ല, 100 ശുഹദാഇന്റെ കൂലി കിട്ടുമടോ. നബിതങ്ങളുടെ ഒരു സുന്നത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്താൽ അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരും, അന്ന് ആരെങ്കിലും തലയിൽ തൊപ്പി വെച്ച അവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി. സുന്നത്തെന്ന് പറഞ്ഞാൽ അതാ, അല്ലാതെ തട്ടാനുള്ളതല്ല. സുന്നത്തല്ലേ ഉസ്താദെ, സുന്നത്തല്ലേ ഉസ്താദെ, അല്ല ചങ്ങാതി. സുന്നത്തിന് മഹത്വമുണ്ട്. നബിതങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്തുണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഓരോരുത്തരും ചിന്തിക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സുന്നത്തേതാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഏത് സുന്നത്താ നീ മുറുകെ പിടിക്കുന്നത്? ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയണില്ല, അത് എപ്പോഴെങ്കിലൊക്കെ ചെയ്യും ഇല്ലേ? തലയിൽ തൊപ്പിയിടും, ഒന്നീ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ വയലിന് വരണം, അല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് പുതിയ അപ്പം തലയിൽ തുടയും, അത്രയേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരതായിരിക്കുന്നു, വയലിന് വരുമ്പോൾ ഇടും, കല്യാണത്തിന് പോകുമ്പോൾ കാണണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏത് സുന്നത്താ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണം? സുഖമല്ലേ? അതന്നെ. സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആന്നാ പറയുന്നത്. അതിനെന്തർത്ഥവാ ചങ്ങാതി? മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിലിരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിൽ കയറി വന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, ഹബീബെ നിനക്ക് സുഖമാണോ? ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ റാഹത്ത്, സുഖമാണ് നബി, അൽഹംദുലില്ലാ. ഈ മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ദുആ ചെയ്തു. രണ്ടാമതൊരാള് പള്ളിയിലേക്ക് കയറി വന്നു. ആ സഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? അതേ ചോദ്യം. സുഖമാണ് നബിയെ. ഇതുപോലെ മറുപടി, സുഖമാണ് നബിയെ, ഖൈർ, റാഹത്ത്. ഇപ്പം നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എന്താ എനിക്ക് ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കെന്താ ബർക്കത്തില്ലേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? എങ്ങനെ ആക്കാമാരെ, സുഖമാണോ? അപ്പൊ എല്ലാത്തിനും അറിയാം, അതാ പറയണ്ടേ. എല്ലാവർക്കും അറിയാം സുഖമാണെന്ന് വെച്ചാൽ അൽഹംദുലില്ലാ എന്നാ പറയണ്ടേന്ന് അറിയാം, പക്ഷെ പറയത്തില്ല. കാരണം അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കില്ലല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനി പറ, സുഖമാണോ? സുഖമാണോ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ ഉണ്ടോ? മക്കളൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ? അൽഹംദുലില്ലാ. ഇതങ്ങ് പറഞ്ഞാൽ മതി, രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഇങ്ങ് ഇനി വന്ന എല്ലാവരും വാ, കാണട്ടെ, ഇങ്ങനെ അടുത്തിരുന്ന വാ, ഇനി ഇറങ്ങി അവിടെ ഇരിക്കണം, എല്ലാം ഇങ്ങനെ വാ, പെണ്ണുങ്ങൾ അവിടെ ഇരിക്കണം, ഇങ്ങനെ ഇറങ്ങി നേരെ ഇരുടെ കസേരയും കൊണ്ടെല്ലാം അടുപ്പിച്ചിട്ട കസേര. ഈ ചങ്ങായിമാരെല്ലാം കസേര എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന്, എനിക്ക് കഴുത്തിന് വേന എടുക്കും, നിങ്ങളെ നോക്കി ഇപ്പുറത്ത് കയറിക്കോ, ഇപ്പുറത്ത് ചാടിക്കോ, കിറ ചാടിക്കോ. നിങ്ങളൊക്കെ ഇങ്ങനെ താഴെ ഇറങ്ങിക്കോ, അക്കരെ കയറിന്നിട്ട് കാര്യമില്ല, സ്ഥലം കിടക്കുന്ന ഇവിടെ, ഇങ്ങോട്ട് കയറി സുല്ല. എല്ലാവരും കയറി അൽഹംദുലില്ലാ. എനിക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴുത്ത് വയ്യോട്ടോ ചങ്ങായിമാരെ, ആകെ ഒരു കഴുത്തല്ലേ ഉള്ളൂ. എല്ലാം ഇപ്പുറത്ത് വാ. അർഷൻ്റെ കുറച്ച് പേരങ്ങ് ബാൽക്കണി കയറിക്കോ. ഇരുന്നോ ഉള്ള കസേരയിൽ ഇരുന്നോളി. അൽഹംദുലില്ലാ. ഇപ്പുറത്തോത്തിരുന്നോ, താഴെ ഇറങ്ങടാ ചങ്ങായി, ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ എല്ലാവരും. നിങ്ങളൊക്കെ കസേര ഇഷ്ടം പോലെ ഉണ്ട്, കയറിക്കോ. അൽഹംദുലില്ലാ. താത്താമാരൊക്കെ അടുത്തടുത്തിരുന്നോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, സഹായിക്കുന്നവരൊക്കെ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥലമൊക്കെ ചെയ്തു കൊടുത്തവരൊക്കെ അൽഹംദുലില്ലാ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്ഥലത്താ. പടച്ചോനെ, ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അൽഹംദുലില്ലാ. അല്ലാഹു സൗഹാർദ്ദം നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സൗഹാർദ്ദം നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ആരാണ് പറഞ്ഞത് പ്രതിഫലമില്ലെന്ന്? ആരാ പറഞ്ഞത്? പെങ്ങളെ, നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ പറയാ പഠിച്ചല്ലോ. ഇത് നിലനിർത്തുവാപ്പാ, ഇത് നിലനിർത്തു പെങ്ങളെ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ഭയം നഷ്ടപ്പെടുകയാണ്, നിന്റെ പേടി പോകുന്നത്. നിനക്കെല്ലാവരെയും പേടിയാ,
നിനക്കെല്ലാവരെയും പേടിയാ. എങ്കിലും നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എല്ലാവരെയും പേടിക്കുന്ന സ്വഭാവം അങ്ങ് പോവുകയാണ്. നിനക്കൊരാളെയെ പേടിയുള്ളൂ. ഈ ലോകത്ത് നീ ഒരാളെ ഭയപ്പെടുന്നുള്ളൂ. അതാരെയെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ മാത്രമേ നീ ഭയപ്പെടുത്തൂ. വേറെ ആരെയും നിനക്ക് പേടിയില്ല. ഈ ലോകത്ത് ഒരു മഖ്ലൂഖിനെയും നിനക്ക് പേടിയില്ല. അല്ലാഹനെ മാത്രം നീ ഭയപ്പെടുകയാണ്. നിനക്ക് അല്ലാഹു ധൈര്യം തരികയാണ്. നിന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിക്കുകയാണ്. നിന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഈമാൻ ഉറയ്ക്കുന്ന ചെറുപ്പക്കാരാ, പടച്ചവനെ ഔലിയാക്കന്മാരുടെ ഖബർ സിയാറത്തിന് പോകുമ്പോ, മഖാമുകളിൽ കടന്നു ചെല്ലുമ്പോ എഴുതി വച്ചിരിക്കുന്ന ഒരായത്ത് കാണാ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരാരാണെന്നറിയുമോ? നിബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവരാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവർ. അവരുടെ ഗുണമാ അവർക്ക് അല്ലാഹനെയല്ലാതെ ആരെയും പേടിയില്ല. പടച്ചവനെ വല്ലാത്ത ഒരു ധൈര്യം അല്ലാഹു തരികയാണ്. നിബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന നബിയുബ്നു ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവനാണ്. ഈ നബിയുബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ, യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുകയാ. യൂറോപ്പിന്റെ ഭരണാധികാരികളുടെ കൊട്ടാരത്തിനകത്ത് കടന്നു പോവുകയാണ്. നബിയുബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. എല്ലാ രാജ്യത്ത് നിന്ന് നേതാക്കന്മാര് വന്നിട്ടുണ്ട്. കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു. എല്ലാവരും കഴിക്കാനിരുന്നു. ആമിർതങ്ങള് കൈകഴുകി ഭക്ഷണത്തലികയുടെ മുമ്പിൽ വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ആമിറബിടന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാണ്. ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാണ്. ആമിർതങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? ഇരിക്കുന്നത് രാജാക്കന്മാരുടെ നടുവിലാണ്. വലിയ വലിയ നേതാക്കന്മാരുടെ കൂടെയാണ്. എല്ലാവരും നോക്കുമ്പോ ആമിർതങ്ങൾ താഴെ വീണ ഭക്ഷണം വാരുകയാണ്. താഴെ വീണ ഭക്ഷണം വാരുകയാണ്. എന്നിട്ടത് പാത്രത്തിനകത്തിട്ടിട്ട് വാരി കഴിക്കുമ്പോ അതാ രാജാവ് പറയുകയാ, എന്തിനാടാ എച്ചില് വാരി തിന്നുന്നത്? വേസ്റ്റ് വാരി തിന്നുന്നത് എന്തിനാ? ദാരിദ്ര്യമൊക്കെ മുഹമ്മദിന്റെ നാട്ടിലാ. നീ പാത്രത്തിലിരിക്കുന്നത് വാരി തിന്ന്, എച്ചില് വാരി തിന്നുന്നത് എന്തിനാണ്? കളിയാക്കുകയാണ്, പരിഹസിക്കുകയാ. ആമിർതങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ നടുവിലാണ്. ആമിർതങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എടാ പമ്പര വിട്ടികളെ, നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാന്റെ സുന്നത്ത് കളയാരോ? നിബിധങ്ങളാ പഠിപ്പിച്ചത്. താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ. നീയൊക്കെ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ലടാ. എനിക്ക് വലുതെന്റെ നിബിധങ്ങളുടെ സുന്നത്താ. ഒരു പേടിയുമില്ലാതെ പറഞ്ഞടോ. ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ആ ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ?
നിബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോഴാ അതല്ല കൊടുക്കുന്ന ഒരു ധൈര്യമാണ്. പടച്ചവനെ മദ്രസയിലെ കുട്ടികൾ വാഴ് പറയുമ്പോ നിബിതങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രം പറയുമല്ലോ. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികള് ചരിത്രം ദാർഘ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗത്തിലെ സ്വഹാബത്ത്. പടച്ചവനെ ജീവനോടെ പെൺകുട്ടിയെ കുടിച്ചു മൂടിയ സമുദായം, കള്ളും പെണ്ണുമായി ജീവിച്ചവർ, അതാ ഒട്ടകം മഞ്ഞവന്റെ പറമ്പിൽ കയറി പുല്ല് തിന്നതിന്റെ പേരിൽ പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തവർ, അങ്ങനെ ആ നെറികെട്ട ജീവിതം നയിച്ചിരുന്ന ആ സമുദായത്തിന് അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. ആ നബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചപ്പോ അവരാരായെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വറളു അൻഹും റളിയല്ലാഹു അൻഹും വറളു അൻഹും. പടച്ചവനെ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ജനത സ്വഹാബത്താ. എന്തുകൊണ്ടെന്നറിയുമോ? അവര് നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ അല്ലാഹുവേ അവർക്ക് സ്ഥാനമുണ്ടായോ, അവർക്ക് നിലയുണ്ടായോ, അവർക്ക് വിലയുണ്ടായോ? പക്ഷേ ഇന്നീ സമുദായത്തിന് വിലയുണ്ടോ? മുസ്ലിമിന് വിലയില്ലടോ. പടച്ചവനെ വരുന്നവനും പോകുന്നവനും തട്ടാനുള്ള പന്തായി മുസ്ലിം മാറിയല്ലോ. ആർക്ക് വേണമെങ്കിലും എന്തും പറയാ, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. തല്ലിയാലും കൊന്നാലും ചോദിക്കാൻ ആളില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഈ സമുദായത്തിന് ഇന്ന് വിലയില്ലാതെ പോയല്ലോ. കാരണമെന്താ? അല്ലാഹുവിനെ പേടിയില്ല, അല്ലാഹുവിനെ പേടിയില്ല. പടച്ചവനെ സൃഷ്ടികളെ നമുക്ക് വല്ലാത്ത പേടിയാ. പടച്ചവനെ നമുക്ക് പലരെയും വല്ലാത്ത പേടിയാണ്, ശത്രുക്കളെ വല്ലാത്ത പേടിയാണ്. പടച്ചവനെ ഏക സിവിൽ കോഡ് വരുന്ന ഉസ്താദേ എന്ത് ചെയ്യും? NRC നടപ്പാക്കിയാൽ എന്ത് ചെയ്യും? പടച്ചവനെ പേടിയാടോ? എനിക്കും നിങ്ങൾക്കും പേടിയാണ് ഉസ്താദേ. ഏക സിവിൽ കോഡ് നടപ്പാക്കിയാൽ നമ്മുടെ പേടി എന്താ? നമുക്ക് അല്ലാഹുവിനൊന്നും പേടിയില്ല. ഉസ്താദേ ഏക സിവിൽ കോഡ് വന്നാൽ എന്ത് ചെയ്യും? പൗരത്വ ബില്ല് വന്നാൽ എന്ത് ചെയ്യും? പോകണ്ട പറഞ്ഞാൽ പോണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നിയമങ്ങളൊക്കെ പാസ്സാക്കി എന്ത് ചെയ്യും? അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം. നീ പിന്നെന്താ വിചാരിച്ച ഊട്ടി കയറി പോകുന്ന പോലെ പോകാൻ പറ്റൂന്ന? അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യതികും മസലുൽ ലദീന ഖലൂ മിൻ. നീ എന്താ വിചാരിച്ച സ്വർഗ്ഗത്തിൽ ഓസിന് പോകാൻ പറ്റൂന്ന്? ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം. അവിടെ പോകണമെങ്കിൽ ഇത്തിരി പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ വല്ലവനെയും പേടിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? നമുക്ക് പയ്യം അല്ലാഹുവിനൊന്നും പേടിയില്ല. നമുക്ക് ഭരണാധികാരികളെ പേടി. പടച്ചോനെ ഉസ്താദേ എന്ത് ചെയ്യും? ഉസ്താദ് എന്ത് ചെയ്യും? ഉസ്താദ് എന്ത് ചെയ്യാനാ? വരാനുള്ളത് വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പേടിയാ സഹോദര നമുക്ക്. നമ്മൾ വലിപ്പം കണ്ടിട്ടാ പേടിക്കുക. നമ്മൾ ന്യൂനപക്ഷമല്ലേ ഉസ്താദ്? എന്ത് ചെയ്യും ഉസ്താദ്? നമ്മൾ ന്യൂനപക്ഷമല്ലേ? നമുക്ക് അധികാരമില്ല. ആർക്ക് വേണോടാ ചങ്ങാതി അധികാരം? ആർക്ക് വേണം അധികാരം? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിച്ച് ജീവിക്കണം? എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കാത്തത് എന്താ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കാത്തത് എന്താ? എടോ, ഇന്ന് വരെ ന്യൂനപക്ഷമല്ലേ ജയിച്ചിട്ടുള്ളൂ? ഭൂരിപക്ഷം എവിടെങ്കിലും ജയിച്ചിട്ടുണ്ടോ? ലോകത്ത് എത്ര യുദ്ധം നടന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എത്രയോ യുദ്ധം നടന്നല്ലോ. ബദറും മുഹദും ഹന്തക്കും ഖൈബറും തബൂഖുമെല്ലാം എത്ര യുദ്ധം നടന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദർ ദിനം വരുമല്ലോ. മജ്ലിസുന്നൂറൊക്കെ പാരായണ്. മജ്ലിസുന്നൂറിന്റെ വാർഷികം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 313 സഹാബത്ത് ഒട്ടിയ വയറ്, തുരുമ്പിച്ച പരിച, കൊടിയാറായ വാള്. 313 സഹാബത്ത് ഇപ്പുറം നിൽക്കുമ്പോ അപ്പുറത്ത് ഒട്ടകത്തെ ചുട്ട് കള്ളും കുടിച്ച് ഗാനമേള നടക്ക ശത്രുക്കളുടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയി. ആരാ വാപ്പ ജയിച്ചേ? ആരാ ജയിച്ചേ? നബിതങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ വാളുമില്ല, പരിചയില്ല, കുന്തോ ഇല്ല, യുദ്ധത്തിന് വന്നതാ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന സഹാബി പറയുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. താഴെ കടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പോയി യുദ്ധം ചെയ്യാൻ. പോയി ചെയ്തടാ ചങ്ങാതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.
നീ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? ആറ്റം ബോംബ് വേണോ? നമുക്ക് ആയുധവും അധികാരമൊന്നും വേണ്ട ചങ്ങാതി. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയോ? അറിയുമായിരുന്നെങ്കിൽ ഒരു കമ്പം കൊണ്ട് ഇങ്ങോട്ട് നടക്കടാന്ന് പറഞ്ഞവനെ ഒറ്റ ഒരെണ്ണം കൊടുക്കത്തില്ലേ? ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല, മുസ്ലിമിന്റെ വലുപ്പം അറിയില്ല. അല്ലാഹു ഹിമന്തനുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ മുസ്ലിം ആരാണെന്ന്. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു. ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു കൊടുത്തു, നാട് വിടാൻ പോകുന്നുണ്ട് മുഹമ്മദ്, കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൊന്നോണം, ഇനി കിട്ടൂല. എല്ലാത്തിനെയും വിളിച്ചുകൂട്ടി ഓരോ ഗോത്രങ്ങളിൽ ചെന്ന് യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. ആരും എതിര് നിൽക്കരുത് കൊന്നതിന്റെ പേരിൽ. എല്ലാവരെയും ശത്രുക്കളെ മുഴുവനും വിളിച്ചുകൂട്ടി ആയുധമുള്ള നല്ല നല്ല യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് നബി തങ്ങളുടെ വീട് വളഞ്ഞു നിന്നു. ഇറങ്ങിയ കൊന്നേക്കണം, കൊല്ലുന്നവന് സമ്മാനം പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാം വീട് വളഞ്ഞിട്ടുണ്ടെന്ന്. നബി തങ്ങൾ വീട്ടിനകത്ത് നിന്ന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ അലിയാര് തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, അലിയെ, ഞാൻ കിടന്ന സ്ഥലത്ത് നീ കടക്കുമെന്ന് ചോദിച്ചു. അലിയാര് തങ്ങളോട് ചോദിക്കാൻ, ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കോ? എനിക്ക് എന്നാ പേടി നബിയെ. ആ ചങ്ങാതിയുടെ ധൈര്യം ഒന്ന് ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എനിക്ക് എന്നാ പേടി നബിയെ, ഞാൻ കിടക്കാൻ നബി. അബൂബക്കർ അവിടുന്ന് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കിടക്കാൻ തയ്യാറായി. നബി തങ്ങൾ വാതിൽ തുറന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് നമ്മൾ യാസീനിൽ ഒരു ആയത്ത് ഓതും, വജഅൽനാ മിൻ ബൈനി ഓതടോ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതുവാൻ പറയുകയാണ്. ഈ ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ടതിലൂതണം നബിയേ. എന്നിട്ട് അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങി പോകണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബി തങ്ങൾ ഒരു പിടി മണ്ണുവാരി ഈ ആയത്തോതി വാതിൽ തുറന്നു. ഒരു പിടി മണ്ണുവാരി 4 ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങി പോവുകയാ. AK-47 പിടിച്ചിട്ടായിരുന്നില്ല, ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടായിരുന്നില്ല, മാജിക്ക് കാണിച്ച് ഓടിയതായിരുന്നില്ല. പിന്നെ എങ്ങനാ ചങ്ങാതി പോയത്? നിസ്കാരത്തടമ്പുള്ള അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മുസ്ലിമിന് ആയുധം വേണ്ട. അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതിയടോ. ഈമാനുള്ള ഒരു മനുഷ്യന് ഒരു പിടി മണ്ണ് മതി. അള്ളാന്റെ റസൂൽ അവിടുന്ന് ഇറങ്ങിപ്പോയല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ നബി തങ്ങളെ ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. നബി തങ്ങൾ ഞെട്ടി ഉണരുകയാ. എന്തേ അബൂബക്കറെ? പേടിച്ചിരിക്കുന്ന അബൂബക്കറിനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി യാ റസൂലല്ലാഹ്? ശത്രു മുകളിലെത്തി നബിയേ. ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാണ്. കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നുണ്ട്. അവനൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ കാണുമല്ലോ, നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ. നബിതങ്ങൾ ചിരിക്കുകയാ, റസൂലുള്ള ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കുന്നത്? അബൂബക്കറേ, നമ്മൾ 2 പേര് മാത്രമല്ല ഈ ഗുഹയ്ക്കകത്തുള്ളത്. ഇനി മൂന്നാമതൊരാളുണ്ട്. ആ മൂന്നാമത്തെ ആളാരെന്നറിയുമോ? ഈ മുകളിൽ നിൽക്കുന്നവനെ പടച്ച ഒരു അള്ളയുണ്ട് അബൂബക്കറേ. അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അവനെ പടച്ച അള്ള തീരുമാനിക്കണം. എന്നെയും നിന്നെയും പടച്ച ലോകത്തിന്റെ അധിപനായ അള്ളാ മൂന്നാമതായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ.
മുസ്ലിമേ, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ, എന്തിനാ പേടിക്കുന്നത്? അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? ഈ അല്ല തന്നെയല്ലേ ശത്രുവിനെയും പടച്ചത്, നമ്മളെയും പടച്ചത് ഈ അല്ല തന്നെയാണല്ലോ. അത് ഈശ്വരനാണെങ്കിലും യേശുവാണെങ്കിലും അള്ളയാണെങ്കിലും ദൈവം ഒന്നല്ലേ ഉള്ള സഹോദരാ. എല്ലാവരെയും പടച്ച അള്ളയല്ലേ. വലിപ്പം കണ്ട് പേടിക്കണ്ട. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. ഓതുന്നവനല്ലേ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ മോനെ? അല്ല പറയുന്നത് എന്തെന്നറിയുമോ? അപ്രകത്തെന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും കൊണ്ട് കഅബാലയം പൊളിക്കാൻ വരികയാ. ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അപ്രകത്ത് കടന്നു വരുന്ന കഅബാലയം പൊളിക്കാ. എന്ത് സംഭവിച്ചതെന്നറിയുമോ? ഏറ്റവും ചെറിയ കിളിയായ കുരുവിയുണ്ടല്ലോ, ആ കുരുവിയെ കൊണ്ട് അല്ലാഹ് അവനെ തകർത്ത് കളഞ്ഞില്ലേ. പുല്ല് തിന്ന് വയറ് നിറച്ചു കഴിയുമ്പോ ആ മുമ്പിൽ കിടക്കുന്ന പുല്ല് പശുവ് ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അല്ലാഹു അപ്രകത്തിനെയും ആനപ്പടയെയും തകർത്ത് കളഞ്ഞെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവിടുന്ന് ചരിത്രം പറഞ്ഞത് വെറുതെയല്ല, എനിക്കും നിങ്ങൾക്കും പഠിക്കാനാ. അതുകൊണ്ട് മുസ്ലിമിനോട് പറയുകയാ, നിനക്ക് രക്ഷപ്പെടണോ? അധികാരമല്ല വേണ്ടത്, ആൾബലമല്ല വേണ്ടത്. എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഐക്യമല്ല, ആളെ കൂട്ടലല്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ അല്ലാഹുവിനെ അനുസരിക്ക്, നിന്നെ പടച്ച അല്ലാഹുവിനെ അനുസരിക്ക്, നബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുകയാ, അനുസരിക്ക് സഹോദരാ. യജമാനം പറയുന്നത് അടിമ കേൾക്കണമല്ലോ, നബിതങ്ങളുടെ ജീവിതം പിൻപറ്റണമല്ലോ, നേതാവ് പറഞ്ഞാൽ അണികൾ അനുസരിക്കണമല്ലോ. ഇത് ചെയ്യാതെ അധികാരം കിട്ടിയാലും ആളെ കൂട്ടിയാലും രക്ഷയില്ല സഹോദരാ. അല്ലാഹുവിന്റെ സഹായം കിട്ടൂല. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, സുന്നത്ത് മുറുകെ പിടിച്ചോ, ഭയം പോകുകയാ. 2, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഭയം കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാട്ടിലേക്ക് പോകുന്നതിന് മാസം മുമ്പേ അവിടെ ഉള്ളവർക്ക് നബി തങ്ങളെ പേടിയായിരിക്കും. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ പേടി കൊടുക്കും. അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഭയപ്പെടുത്തുന്നില്ലേ? ഇന്ന് കൊല്ലുന്നവനെ കൊന്നാ പോരെ, എന്തിനാ വീഡിയോ പിടിച്ചിടുന്നേ? പേടിപ്പിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, കൊന്നുകളയും, നിന്നെയൊക്കെ കത്തിച്ചു കളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയത്തേ ഉള്ളടോ. പേടിയാടോ. അവർക്ക് ഭയമാ. ഒരുമിച്ച് നിന്ന് കൂലോ തക്ബീർ എന്ന് വിളിച്ച ഭയമാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ഭയം കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, നിനക്ക് തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം. ജുബയും തൊപ്പിയിട്ടൊക്കെ നടന്നു. അൽഹംദുലില്ലാഹ്. നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് പേടി വല്ലതും ഉണ്ടോ? ഇന്ന് എവിടോ കഴിച്ചു. ഇന്ന് ഒരു പാവപ്പെട്ട സഹോദരൻ്റെ അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ വീട്ടിലാണ് വന്ന് കഴിച്ചത്. ഇൻഷാ അല്ലാഹ് നാളെ എവിടാന്നറിയുമ്പോ ജനങ്ങളെല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. ഉടുതുണിയില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് എഴുന്നേക്കുകയാണ്. പട്ടിയുടെ കോലത്തിൽ വരുന്നവർ, പന്നിയുടെ കോലത്തിൽ കടന്നു വരുന്നവർ, കഴുതയുടെ രൂപത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ,
വന്നവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഓരോ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് പല പല രൂപങ്ങളിൽ പരലോകത്ത് വരികയാ. ചെമ്പിന്റെ തറയാ, ചെമ്പിന്റെ തറയാ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. അല്ലാഹുവേ, പത്തരതാ സഹോദരാ, 11 മണി കഴിഞ്ഞല്ലോ. ഇന്ന് വാദിന്റെ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പടച്ചവനെ, ശരീരം വിയർക്കുന്നില്ലോ. ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും എനിക്കും നിങ്ങൾക്കും ചൂടാണ്, വല്ലാത്ത പ്രയാസമാണ്. വിയർപ്പ് തുള്ളികൾ ശരീരത്തിലൂടെ ഒഴുകുമ്പോ വല്ലാതെ പ്രയാസപ്പെടുന്ന ഉമ്മ. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചു. 11 മണി കഴിഞ്ഞിട്ടും നിനക്ക് ചൂടെടുക്കുന്നു, നിന്റെ ശരീരം വിയർക്കുന്നു. എങ്കിലും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, ഒരു ചാണു മുകളിലാ. അല്ലാഹു താഴേക്ക് ഇറക്കുകയാ, അല്ലാഹു താഴേക്ക് ഇറക്കുകയാ. എന്ത് ചൂടാ പെങ്ങളെ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. പഴയ വീട് കെട്ടുന്ന ചുമന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഇഷ്ടികയുടെ നിറമ ചുമപ്പായത്? മോനെ, ചൂള കണ്ടിട്ടുണ്ടോ? പച്ചപ്പറകിട്ട് കത്തിച്ച് കത്തിച്ചതിന്റെ നിറം മാറ്റിയതാണ്. അതിന്റെ അടുക്ക നീ പോയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രയാസമാ, എന്തൊരു ചൂടാ. എടാ ചെറുപ്പക്കാരാ, ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടി കണ്ടിട്ടില്ലേ? ആ കാളയുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അടുക്കളയിൽ നിന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ വൈലതാ, യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. പടച്ചവനെ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവന്ന് നരകത്തിനെ കെട്ടുകയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്ത് കെട്ടുകയാണ് 70,000 ചങ്ങല. മോനെ, ചങ്ങയിലെ കൊളുത്ത് കണ്ടിട്ടുണ്ടല്ലോ? അതാ ഒരു ചങ്ങലയിൽ കൊളുത്ത് കൊണ്ടാണ് ചങ്ങല ഉണ്ടാക്കുന്നത്. എങ്കിലും നരകത്ത് വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. അങ്ങനെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടോ ഉണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ സുബ്ഹാനല്ലാഹ് കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി
ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. ഓടുകയാണ്, എല്ലാവരും ഓടുകയാണ്. ആദം നബിയുടെ മുമ്പിലേക്ക് ഓടുകയാണ്. വാപ്പാ, നിങ്ങളെയാണ് അല്ലാഹു പടച്ചത്. ആദ്യ മനുഷ്യനാണല്ലോ. അള്ളയല്ലേ നിങ്ങളെ പടച്ചത്. അള്ളയല്ലേ നിങ്ങൾക്ക് റൂഹൂദിയത്. നിങ്ങൾ സ്വർഗം കണ്ട മനുഷ്യനല്ലേ. വാപ്പാ, സഹായിക്കണേ, നിങ്ങളെ വന്ന് സഹായിക്കണേ. എല്ലാവരും ആദം നബിയുടെ മുമ്പിൽ പോയി കരയുകയാണ്. ആദം നബി പറയുന്നു, എന്റെ കാര്യം തന്നെ കഷ്ടമാ മക്കളെ. അതാ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയെ കാണിക്കുകയാ. എല്ലാവരും അവിടെ ചെന്നു. നൂഹ് നബി ഇബ്രാഹിം നബിയെ കാണിക്കും, ഇബ്രാഹിം നബി മൂസാ നബിയെ കാണിക്കും, മൂസാ നബി ദാവൂദ് നബിയെ കാണിക്കും, ദാവൂദ് നബി യൂനുസ് നബിയെ കാണിക്കും. പടച്ചവനെ, ഓരോ പ്രവാചകന്മാരും കൈയൊടിഞ്ഞ് 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 മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് വരെ ചെന്നു. എല്ലാവരും നമ്മളെ കൈവിട്ടു. കാരണം നഫ്സി നഫ്സി, എല്ലാവർക്കും അവരുടെ കാര്യമാ, എല്ലാവർക്കും അവരുടെ കാര്യമാ. പടച്ചവനെ ആരാരും സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പേടിച്ചു വിറച്ചു നിൽക്കുമ്പോ നബിതങ്ങൾ തിരയുകയാണ്. ഈ വഅദ് കേൾക്കാമെന്ന നിങ്ങളിൽ ചിലരെ നബിതങ്ങൾ തിരയുകയാണ്. വാടാ സിറാജേ, ആരെയാ തിരയുന്നതെന്നറിയുവോ? സുന്നത്തി ഹുർമത്തു അലൈഹി ശഫാഅത്തി. ദുനിയാവിൽ ജീവിക്കുമ്പോ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവനെ നബിതങ്ങളെ തിരയുകയാ. പടച്ച റബ്ബേ, ഈ വഅദ് പറയുന്ന മജ്‌ലിസിൽ നിങ്ങൾ ആരെയെങ്കിലും ഒരാളെ ഞാൻ പേര് വിളിച്ചിട്ട് ഈ സ്റ്റേജിൽ ഒടിഞ്ഞു കിടക്കുന്ന കസേരയിൽ കയറ്റിയിരുത്തിയാൽ എത്ര സന്തോഷമാ ചെറുപ്പക്കാരാ, എത്ര സന്തോഷമാ വാപ്പാ. ഇതിൽ കാര്യമില്ല വാപ്പാ. നബിതങ്ങൾ വിളിക്കുന്നത് എവിടെ വെച്ചാണെന്നറിയുമോ? ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അവിടുത്തെ അനുചരന്മാര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പാ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, കോടാനി കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിബിധങ്ങൾ വിവിഐപിയെ പോലെ വിളിക്കുന്നു, ആയിഷ, എന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവള്, എന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ചെറുപ്പക്കാരാ. നിബിധങ്ങൾ പറയുന്നു, ഞാൻ കൊണ്ടുപോകാം നിന്നെ, ഞാൻ കൊണ്ടുപോകാം നിന്നെ. നിബിധങ്ങൾ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാൻ അല്ലാഹ് അവസരം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാരും സഹായിക്കാനില്ലാത്ത ദിവസം വാപ്പ കണ്ട പരിചയം കാണിക്കൂല, ഉമ്മ തിരിഞ്ഞു നോക്കൂല, മക്കള് നോക്കൂല, ആരും സഹായിക്കില്ല. ആ സഹായിക്കാത്ത ദിവസം നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവനെ നബിതങ്ങൾ തന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതാണ് സുന്നത്തിന്റെ മഹത്വം, അതാണ് നബിതങ്ങളുടെ സുന്നത്തിന്റെ മഹത്വം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സമയം ഞാൻ കണ്ടു, 11:15. ഇടയ്ക്ക് വാച്ചി നോക്കുന്നുണ്ട് ചിലര്, ഇയാൾ 11 മണി കഴിഞ്ഞു, ഇപ്പൊ 11:15 കഴിഞ്ഞിട്ട് നിർത്തുന്നില്ലല്ലോ എന്ന് ചിലര് വാച്ചി നോക്കുന്നുണ്ട്. അള്ളാഹു ആ നോക്കിയ മനുഷ്യന്റെ അവസാന സമയം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ആ സമയം നോക്കിയ ആൾക്ക് അത് പേടിച്ചു നോക്കിയതല്ലേ. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും നമ്മുടെയും അവസാനം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സുന്നത്ത് ജീവിതത്തിൽ ചെയ്തൂടെ? ഒരു സുന്നത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. നബിതങ്ങളോട് ചോദിച്ചു, എന്തിനാ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നത്? നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അന്നാ ജനിച്ചത്, ഞാൻ തിങ്കളാഴ്ചയാണ് ജനിച്ചത്. നബിതങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കാറുണ്ട്, തിങ്കളും വ്യാഴവും. അള്ളാഹു നോമ്പ് പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു നോമ്പ് പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സുന്നത്ത് നോമ്പ് പിടിച്ച ആരെങ്കിലും അറിയുവോ? നമ്മൾ നോമ്പ് പിടിച്ച ആരെങ്കിലും അറിയോ? പറകാക്കാന്മാരെ, നോമ്പ് പിടി റമദാൻ മാസത്തിൽ നോമ്പ് പിടിച്ച എഴുന്നേറ്റ് തുപ്പി തുപ്പി ചുമച്ച് കിടക്കും. സുന്നത്ത് നോമ്പ് പിടിച്ച ആരെങ്കിലും അറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സുന്നത്ത് നോമ്പ് പിടിക്കുക. നബിതങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്, നമ്മൾ നോമ്പ് പിടിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ പ്രതിഫലം എന്നറിയോ? ഈ നോമ്പ് പിടിക്കുന്ന മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ ഒരു പ്രതിഫലം കൂടെ കേട്ടിട്ട് പിരിയ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, പിടിക്കാന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവഹിക്കുക. എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കിലൊന്ന് ഉസ്താദെ, ഇടയ്ക്കിടയ്ക്കെങ്കിലും വ്യാഴവും തിങ്കളൊക്കെ നോമ്പ് പിടിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവർക്കും പറ്റൂല, ഇരിക്കുന്ന എല്ലാവർക്കും അതിന് കഴിയില്ല. അല്ല ഇഷ്ടപ്പെടണം സഹോദരാ. പ്രതിഫലം എന്തെന്നറിയുമോ? പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ജൗഫർ തങ്ങൾ. ഭാര്യ വീടിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പടച്ചവനെ, ജൗഫർ തങ്ങളുടെ ഭാര്യതാ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോ അസ്മാ റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഭർത്താവ് തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വരികയാണ്. തുള്ളിച്ചാടിയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. തന്റെ ഭാര്യ ചോദിക്കുന്നു, എന്തേ ഇത്ര സന്തോഷം ജൗഫറെ? തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനോട് ചോദിക്കുക, ഇത്രയും സന്തോഷം എന്തിനാ? ജൗഫർ തങ്ങൾ പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി. നബിതങ്ങൾ എന്നെ യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്തു. പടച്ചവനെ, അതിന്റെ സന്തോഷമാണ്. വീടിനകത്ത് കയറി ഭാര്യ ഭർത്താവിന് എല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്തത്ത് യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ മരിക്കുന്നതിന് മുമ്പേ മരണം പറഞ്ഞടോ. ആ യുദ്ധത്തിന്റെ പ്രത്യേകത, നബിതങ്ങൾ മരണത്തിന് മുമ്പേ മരണം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി 3 നേതാക്കന്മാരെ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്നാമത് നീ യുദ്ധം നയിക്കണം, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ നയിക്കണം, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. ജൗഫറെ, നീ നയിക്കണം, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. സ്വഹാബാ, നിങ്ങൾ അംഗീകരിക്കുന്ന ആരെങ്കിലും യുദ്ധം നയിക്കണേ. മരണം നേരത്തെ പറഞ്ഞു. അബ്ദുല്ലാഹ്, മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയോടും മക്കളോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പടച്ചവനെ, യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. നബിതങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ നേതാവ് വീണു, രണ്ടാമത്തെ നേതാവ് വീണു, മൂന്നാമത് ജൗഫർ തങ്ങൾ ഓടിച്ചെന്ന് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. പടച്ചവനെ, ഇടത് കൈ അങ്ങ് വെട്ടിമുറിച്ചു, കൊടി വലത് കൈ കൊണ്ട് പിടിച്ചു, വലത് കൈ വെട്ടിമുറിച്ചു, കൊടി താഴെ വീണു. പുറകിൽ നിൽക്കുന്നവർ വല്ലാതെ പേടിക്കുകയാണ്. 3 നേതാക്കന്മാര് ഷഹീദാകാൻ പോകുകയാ. 3 പേരും പോയല്ലോ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു കൂടെ നിന്ന സഹാബിയോട് പറഞ്ഞു, ആ കാണുന്ന ഇസ്ലാമിന്റെ കൊടിയെടുത്ത് എന്റെ നെഞ്ചിലേക്ക് വെക്ക്. അറ്റുപോയ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ജൗഫർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സഹാബാ, സ്വർഗം വേണ്ടവര് എന്റെ പുറകെ വരണേ, സ്വർഗം വേണ്ടവർ എന്റെ കൂടെ വാ. ജൗഫർ തങ്ങൾ ഓടിക്കേറി. പടച്ചവനെ, ശത്രുക്കളെ വിടന്ന് വെട്ടി നുറുക്കുകയാണ്. ജൗഫർ തങ്ങൾ ഷഹീദാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ വരാൻ തുടങ്ങി. നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫർ ഷഹീദായി സഹാബാ. എല്ലാവരും ഇന്നാ ലില്ലാഹി പറയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ ജൗഫർ മരിച്ചുപോയി. നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു ജൗഫറിനെ. നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, ആരാ ജൗഫറിന്റെ വീട്ടിൽ ചെന്ന് പറയുന്നത്? മരണവാർത്ത വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറയണമല്ലോ, കുടുംബക്കാരോട് പറയണമല്ലോ. ആരാ
പറയാൻ പോകുന്നത്. നബി തങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്വഹാബികൾ മുഴുവനും തലതാഴ്ത്തുകയാ. ഒരാളും മിണ്ടുന്നില്ല, ഒരാളും എഴുന്നേക്കുന്നില്ല. നബി തങ്ങൾക്ക് അത്ഭുതമായി. എന്തു പറ്റി സഹാബാ? ആരാ പോകുന്നത്? ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നതാരാ? ഒരു സഹാബി പോലും മിണ്ടുന്നില്ല. നബി തങ്ങൾ മൂന്നാമതും ചോദിക്കുകയാണ്, എന്റെ ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത പറയുന്നതാരാ? ഒറ്റ സ്വഹാബത്തും അനങ്ങാതെ ഇരിക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പോഴാണ് പറയുന്നത്, യാ റസൂലല്ലാഹ്, ധൈര്യമില്ല നബിയേ, ചെന്നു പറയാനുള്ള ധൈര്യമില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ? ജൗഫർ തങ്ങളുടെ ഭാര്യയായ അസ്മാഇന് 19 വയസ്സാ. 19 വയസ്സേ ഉള്ള ജൗഫർ തങ്ങളുടെ ഭാര്യയ്ക്ക് 3 ആൺകുട്ടികളാ, ചെറുപ്പക്കാരാ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചുമക്കള്. ആ പെണ്ണിനോടും മക്കളോടും ചെന്നിട്ട് നിങ്ങളുടെ വാപ്പ മരിച്ചെന്ന് പറയാൻ ധൈര്യമില്ല നബിയേ. നബി തങ്ങളോട് പറയുമ്പോ റസൂലുള്ള പറഞ്ഞു, നമുക്കൊരുമിച്ച് പോകാം, നമുക്കൊരുമിച്ച് പോകാം. അള്ളാന്റെ റസൂലും സ്വഹാബത്തും ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ നടക്കുന്ന രംഗമെന്തെന്നറിയോ? പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ കാണാൻ 3 മക്കളെ കുളിപ്പിച്ച് എണ്ണ തേപ്പിച്ച് സുഗന്ധമിട്ട് ഒരുക്കിയിട്ട് വീടിന്റെ മുമ്പിൽ നിരത്തി നിർത്തിയിരിക്കുകയാണ്. യുദ്ധം കഴിഞ്ഞു വരുന്ന വാപ്പയ്ക്ക് കാണാം മക്കളെ നിർത്തിയിരിക്കുകയാ. 19 വയസ്സുകാരി അടുക്കളയിരുന്നിട്ട് ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കുകയാണ്. മരണമറിഞ്ഞിട്ടില്ലടോ. അപ്പോഴാണ് മക്കള് വിളിച്ചു പറയുന്നു, ഉമ്മാ നബിതങ്ങളും വാപ്പയും വരുന്നുമ്മാ. അള്ളാന്റെ റസൂലും സ്വഹാബത്തും വരുമ്പോ ആ മക്കള് വിചാരിച്ചു വാപ്പ കാണുമെന്ന്. അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നബിതങ്ങൾ വരുന്നുമ്മാ. മക്കളിറങ്ങി ഓടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിക്കുകയാണ്. മക്കള് നോക്കുകയാണ്, ഞങ്ങളുടെ വാപ്പയുണ്ടോ, ഞങ്ങളുടെ വാപ്പയുണ്ടോ? മക്കൾ ഉപ്പാനെ തെരയുമ്പോ ജൗഫർ തങ്ങളുടെ മകൻ ചോദിക്കുന്നു, നബിയേ ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ? നബി തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ജൗഫർ തങ്ങളുടെ 3 ആമക്കളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാ. അള്ളാഹുവിന്റെ റസൂല് കരയുകയാ, നബി തങ്ങൾ കരയുകയാ. യതീമായ 3 മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ, എന്റെ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ. സ്വഹാബികൾ നബി തങ്ങൾ പറയുമ്പോ ജൗഫർ തങ്ങളുടെ മക്കളെ ചുംബിക്കുകയാ. 19 വയസ്സുകാരിക്ക് തിരിയുകയാണ്. ഈ രംഗം കണ്ടപ്പോ അസ്മാ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. നബി തങ്ങൾ വീടിന്റെ പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, അസ്മാ നിന്റെ ഭർത്താവ് ജൗഫർ ഷഹീദായി. അസ്മാ ഒരു 19 വയസ്സുള്ള പെണ്ണിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് പറയുമ്പോ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. നിലവിളിയാണോ, പൊട്ടിക്കരച്ചലാണോ, പിടഞ്ഞ് താഴെ വീണലാണോ? എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ജൗഫർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വാതിലിന്റെ പുറകെ നിന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ.
എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ, എന്തേ അസ്മാ എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എനിക്കതു മാത്രം അറിഞ്ഞാ മതി. എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അത്ഭുതപ്പെടുകയാണ്. ഒരു 19 വയസ്സുള്ള പെണ്ണിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചെന്ന് പറയുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, എന്റെ ഇക്ക മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുണ്ടായിരുന്നോ? നബി തങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, അസ്മാ എന്തേ നീ എങ്ങനെ ചോദിച്ചത്? എന്തേ നീ എങ്ങനെ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, കല്യാണം കഴിഞ്ഞ് മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ അസ്മായിനോട് ജൗഫർ പറയുന്നു, അസ്മാ എനിക്ക് വലിയ ഒരാഗ്രഹമുണ്ട്, എനിക്ക് വലിയ ഒരാഗ്രഹമുണ്ട്. നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? എന്തേ ജൗഫറേ? അസ്മാ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം അസ്മാ. എന്റെ ആഗ്രഹം എന്തെന്നറിയുമോ? നോമ്പുകാരനായിട്ട് വേണം എനിക്ക് മരിക്കാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്ന് നോമ്പ് മുറിക്കണം. എനിക്ക് നബി തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്ന് നോമ്പ് മുറിക്കണം. എനിക്ക് അങ്ങനെയാ മരിക്കേണ്ടത്. നീ ദുആ ചെയ്യുമോ? നീ ദുആ ചെയ്യുമോ? ജൗഫർ തങ്ങൾ അവിടെന്ന് പറയുമ്പോ അസ്മാ റളിയല്ലാഹു തആല ദുആ ചെയ്യുകയാ. എപ്പോഴും ദുആ ചെയ്യും, പടച്ചവനെ തന്റെ ഭർത്താവിനെ നോമ്പുകാരനാക്കി മരിപ്പിക്കണേ അല്ലാഹ്. എപ്പോഴും സുന്നത്ത് നോമ്പ് പിടിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ എന്റെ ജൗഫറിന്റെ മരണം എങ്ങനെയായിരുന്നു? സിറാജ് വെറുതെ പറയുന്നതല്ല, പടച്ചവനെ നിങ്ങൾക്ക് കാണാമോ? ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു ചെന്ന ഈ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്ത് എഴുതി വച്ചിരിക്കുന്ന ചരിത്രമാ. ആ സഹാബിയുടെ ഖബറിന്റെ ചാരത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഈ പാവപ്പെട്ട മഞ്ചെന്ന് വായിച്ചതാണ്. അല്ലാഹുവേ, സ്വഹാബത്ത് പറയുന്നു, നബിയേ വെട്ടുകൊണ്ട് ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചു. കൈകാലുകളില്ലാതെ ശരീരം മുഴുവനും 80ഓളം വെട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഒരു സ്വഹാബി വെള്ളവുമായിട്ട് ഓടി വരികയാ. തന്റെ വായിലേക്ക് വെള്ളമൊഴിക്കാൻ തുടങ്ങുമ്പോ ജൗഫർ തങ്ങൾ തലതിരിക്കുകയാ. എന്നിട്ട് പറയുന്നു, സ്വഹാബാ എനിക്കിന്ന് സുന്നത്ത് നോമ്പാ, വെള്ളം തരല്ലേ, എന്റെ നോമ്പ് മുറിക്കല്ലേ. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്ന് മുറിക്കാറുള്ള നോമ്പാ. ഇതെന്റെ ഭാര്യ വാങ്ങിച്ചു തന്ന സമ്മാനമാണ്. 19 വയസ്സുള്ള എന്റെ അസ്മയുടെ ദുആയാ. എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് വാങ്ങിച്ചു തന്നതാ. എനിക്ക് വെള്ളം തരല്ലേ, എനിക്ക് വെള്ളം തരല്ലേ. അവസാന ജൗഫർ തങ്ങൾ തൊണ്ട വറ്റി വരണ്ട് പടച്ചവനെ ആരണാങ്കണത്തിൽ കടന്ന് ഷഹീദായി. നബി തങ്ങളോട് സ്വഹാബത്ത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നോമ്പ് പിടിക്കാൻ ആഗ്രഹമുള്ളവർ കൈവക്കാൻ പറഞ്ഞപ്പോ, ഉസ്താദേ മുക്കാൻ മടിച്ചവരെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും പറ്റൂല, എല്ലാവർക്കും പറ്റൂല. പടച്ചവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അസ്മാ റഅയ്തു ജൗഫറ മലകൈനി യതീറു മഅൽ മലായിക. നിന്റെ ഭർത്താവ് പറക്കുന്നടി അസ്മാ, നിന്റെ ഭർത്താവ് പറക്കുകയാ. കൈകളില്ലാത്ത ജൗഫർ മലക്കുകളുടെ കൂടെ പറവകളെ പോലെ പറന്ന് സ്വർഗത്തിലേക്ക് പോകുകയാ. അല്ലാഹുവേ, ഇതാടോ ചെറുപ്പക്കാരാ, ഇതാണ് സുന്നത്ത് നോമ്പിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു തരുന്ന പ്രതിഫലമിതാ. സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലമിതാ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ
പോലെ പറന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, ഹൽ റഅയ്തു ഹിസാബ് ഹൽ റഅയ്തു സിറാത്ത്, ഇത്ര പെട്ടെന്ന് വിചാരണ കഴിഞ്ഞോ, നരകമ താണ്ടിയോ, സിറാത്ത് കടന്നോ, എങ്ങനെയാ പെങ്ങള്, എങ്ങനെയാ ചെറുപ്പക്കാരാ, പറയാൻ കഴിയണം മോനെ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. നബി തങ്ങൾ പറയുന്നു, ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാ നാളെ എവിടെയാണെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമുണ്ടല്ലോ. ആ ജന്നാത്തുൽ ഫിർദൗസിലെ പ്രവാചകന്മാരും ശുഹദാക്കളും അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ കിടക്കുന്ന ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ അടയാളം എന്താ? നബി തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് 4 അടയാളമാ. ആ 4 അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം അവൻ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ